പെൺകുട്ടികളുള്ള ഞാനടക്കമുള്ള പ്രവാസി പിതാക്കന്മാരോടുള്ള ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് വിവാഹപ്രായമായിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് സമ്മതം ചോദിക്കാം. എന്നാൽ ഇന്ന കൂട്ടർ വന്നിട്ടുണ്ട്, നിനക്ക് ഇഷ്ടമാണോ, നീ ഓക്കെ ആണോ, ഓക്കെ ആണെങ്കിൽ മാത്രമേ വാപ്പ ഇതിനെ സമ്മതിക്കുള്ളൂ. അല്ലെങ്കിൽ നീ ആരെയും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ നമുക്ക് നടത്താം എന്നുള്ള ഒരു സാമാന്യ മര്യാദ, ഒരു ഇസ്ലാമിക മര്യാദ നമ്മൾ പാലിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളെ മൊയ്തീൻക കിടന്ന് കരഞ്ഞതുപോലെ കരയേണ്ടി വരും. സംഭവം നമ്മളെ മൊയ്തീൻകാക്ക് 2 പെൺമക്കളാണ്. ഒരു പെൺകുട്ടീനെ അന്തസ്സായിട്ട് മൂപ്പര് കല്യാണം കഴിച്ചു വിട്ടു. രണ്ടാമത്തെ കുട്ടീനെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് നാട്ടിൽ പോയി. ഏകദേശം 1 ലക്ഷം ചെലവാക്കിയിട്ടാണ് മൂപ്പര് പോയത് നാട്ടില്. അവിടുത്തെ ചെലവ് അങ്ങനെ എല്ലാം കൂടി 2 ലക്ഷത്തിന് ഉറുപ്പിന്റെ അടുത്ത് ചെലവായി. അങ്ങനെ തിരിച്ചു വന്നു. അതൊരു 20-25 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഒരു നിക്കാഹ് ബന്ധം ഡിവോഴ്സ് ആയി. പിന്നെ ഒരു 6 മാസത്തിന് ശേഷം വീണ്ടും മൂപ്പര് 1.5 ലക്ഷം 2 ലക്ഷം ചെലവാക്കിയിട്ട് നാട്ടിൽ പോയി. അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കല്യാണം കഴിച്ചു. നല്ല തറവാട്ടുകാര്, നല്ല ചൊറുക്കുള്ള ചെക്കന്, പൈസ ഉണ്ട്, സമ്പത്തുണ്ട്, തറവാടുണ്ട്, എല്ലാം ഉണ്ട്. കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അതും 1.5 മാസം കൊണ്ട് അതും അവള് തർത്തീപാക്കി തന്നു. പിന്നാണ് മനസ്സിലായത് ഓക്ക് വേറൊരു അഫെയർ ഉണ്ട് എന്നുള്ളതും അത് വാപ്പ ഒഴികെയുള്ള ബാക്കി എല്ലാവർക്കും അറിയാം എന്നുള്ളതും. അപ്പൊ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടുള്ള പല കളികളായിരുന്നു. ഇതിൽ നഷ്ടപ്പെടുന്നത് ഈ ചെക്കന്മാരുടെ ലൈഫാണ്. അത് വേറൊരു വിഷയം. ഇന്ന് ആ പെണ്ണിന്റെ ആ അഫെയർ ആയിട്ടുള്ള നിക്കാഹാണ്. അപ്പൊ ഇത് ആദ്യം അങ്ങോട്ട് നടത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. 2 ചെക്കന്മാരെ ജീവിതം അവർ ഒരു തെറ്റും ചെയ്യാതെ 2ാം കെട്ട് എന്നുള്ള നിലയിലേക്ക് പോകുന്ന ഒരു അതീവ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്പൊ വൈബ് ഒക്കുന്നില്ല എന്നാണ് അതിന് കാരണം പറയുന്നത്. ഒരേ സമയം അഫെയർ ഉണ്ടായിരിക്കും, കല്യാണം കഴിക്കും, അതിൽ വൈബ് ഒക്കുന്നില്ലെങ്കിൽ പഴയതിലേക്ക് പോവുക എന്നുള്ള ഒരു ഫാഷൻ, ഒരു ട്രെൻഡിങ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുള്ള നാടാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഞാനടക്കമുള്ള ആളുകൾ മറക്കാതിരിക്കുക. അല്ലെങ്കിൽ മൊയ്തീൻഖാന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും വരും. ഓക്കെ.